എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ 3-4 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ ചെയ്തതിൽ പറഞ്ഞിരുന്നു മുളക് നല്ല കൊലയായി പിടിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങിയ വെള്ളവും ആ മുട്ടത്തോടും ദോശയ്ക്കോ അപ്പത്തിനോ അരിയാട്ടി വെച്ചിട്ട് ചുട്ട് തീരുമ്പം നമ്മൾ കഴുകി കളയും ആ വെള്ളം. തേങ്ങ ഉടയ്ക്കുന്ന ഒരു തേങ്ങ ഉടച്ച വെള്ളം മതി ആ വെള്ളം. തൈര് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ട് ആ പാത്രം എടുത്തിട്ട് എന്തിനെങ്കിലും കഴുകി കളയുകയാണെങ്കിൽ ആ വെള്ളം, അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ തൈര്, ഇത്രയും കൂടെ ഒഴിച്ചിട്ട് സവാളയുടെ തൊലിയും അല്ലെങ്കിൽ കൊച്ചുള്ളിയുടെ 2 തൊലി ഉണ്ടെങ്കിൽ അതിനും കുഴപ്പമില്ല. എന്തായാലും നമ്മളെ കൈക്ക് ഒരു പിടി തൊലി വെളുത്തുള്ളിയുണ്ട് അതിൽ കിടക്കുന്നതിൽ കുഴപ്പമില്ല, വെളുത്തുള്ളിയുടെ തൊലി അതും ഇട്ടിട്ട് ഏത്തപ്പഴത്തിൻ്റെ തൊലി നിർബന്ധമായിട്ടും വേണം. ഏത്തപ്പഴത്തിൻ്റെ തൊലിയും തണ്ണിമത്തനുണ്ടല്ലോ വീട്ടിൽ, നമ്മളിപ്പം നോയമ്പ് സമയമല്ലേ, ഇപ്പം തണ്ണിമത്തൻ കഴിക്കുന്ന വീട് ആണല്ലേ, ആ തണ്ണിമത്തൻ്റെ വെള്ള ഭാഗമൊക്കെ നമ്മൾ കളയും, ചുമന്നത് മാത്രമല്ലേ ചെത്തിയെടുക്കും. ആ വെള്ള ഭാഗവും അതിൻ്റെ തൊലിയും കൂടെ അതും ഈ വെള്ളത്തിലിട്ട് തണലത്ത് അടച്ച് വെച്ചിരിക്കണം. ഇന്ന് രാവിലെയാണ് നമ്മൾ ഇട്ട് വയ്ക്കുന്നതെങ്കിൽ നാളെ രാവിലെ എടുത്ത് ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് അടച്ച് വയ്ക്കണം, വെയിലത്ത് വയ്ക്കരുത്. പിറ്റേന്ന് ആ വെള്ളത്തിനെ എടുത്ത് അരിച്ചെടുത്തിട്ട് ആ 1 കപ്പ് വെള്ളമാണ് അരിച്ചെടുത്ത വെള്ളം ഉള്ളതെങ്കിൽ അതിലൊരു 5 കപ്പ് വെള്ളം ഒഴിക്കണം. 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പമ്പിലൊഴിച്ച്, ചെടിക്ക് അടിച്ചു കൊടുക്കുന്ന പമ്പിലൊഴിച്ചിട്ട് ഈ മുളകൊക്കെ പിടിക്കാതെയായി ഒരുമാതിരിയായി നിൽക്കുമല്ലേ, അതിലപ്പം നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ നല്ല പച്ചപ്പായിരിക്കണം, അല്ലെങ്കിൽ വാടിപ്പോവും. എന്നിട്ട് അതിൻ്റെ തണ്ടിലും ചെടിയിലും കമ്പിലും എല്ലാം നല്ലതുപോലെ അടിച്ചു കൊടുക്കണം. പിടിച്ചതിലും പിടിക്കാൻ പരുവമായതിലുമേ അടിക്കാവൂ. കുഞ്ഞു തൈയിൽ അടിക്കരുത്, പ്രത്യേകിച്ച് ചീരയിൽ അടിക്കരുത്, ചീര പെട്ടെന്ന് പൂത്തുപോകും. പിന്നെ പൂച്ചെടി വീട്ടിലുണ്ടെങ്കിൽ റോസായ്ക്ക് ഈ പൂച്ചെടിക്കും ഒക്കെ ഇതടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ